നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് കാത്തിരുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു US പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ച് അവിടുത്തെ സെൻട്രൽ ഗവൺമെൻറ് തലവൻ ജെറോം പവലിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, തീരുമാനം ഉണ്ടായിരുന്നു. ഈ ഒരു തീരുമാനം മാർക്കറ്റിന് അനുകൂലമായിട്ട് വന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ഫർദറായിട്ട് ഇനി ഇൻക്രീസ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം, പോസിറ്റീവായിട്ടുള്ള കമൻറ്റും കാരണം ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയപ്പോൾ നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം മൂവ് ആവുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയും റാലി രേഖപ്പെടുത്തി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ സ്പോട്ട് ഇപ്പോൾ നിൽക്കുന്നത് 21,230 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. എങ്ങനെയാണ് ആളുകളുടെ കാശ് പോകുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഗിഫ്റ്റ് നിഫ്റ്റി പരിശോധിക്കാം, അതിനുശേഷം ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഇതാണ് ഗിഫ്റ്റ് നിഫ്റ്റി. യെസ്റ്റർഡേ ക്ലോസ് കാണാം. യെസ്റ്റർഡേ ക്ലോസിൽ നിന്ന് ഏകദേശം ഒരു 3:30 മണിക്ക് ശേഷം വീണ്ടും ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്. 21,260 എന്ന റേഞ്ചിലാണ് ഉള്ളത്. നമുക്ക് കിട്ടിയത് 21,000 താഴെയാണ് നമ്മളുടെ നിഫ്റ്റിയുടെ സ്പോട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് 21,260. ഏകദേശം നമ്മളുടെ സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ അടുത്തൊരു ഗ്യാപ്പ് അപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാലോ ആളുകൾ ഷോർട്ട് ചെയ്തത് കാണാം. ആ ഡോട്ടഡ് ലൈനൊക്കെ 21,050 ആണ്. ആ ഡോട്ടഡ് ലൈനിൻ്റെ താഴെ 21,000 ആണ്. അപ്പോൾ 21,000 ഈവൻ 21,000 താഴെയുള്ള 20,950, 20,000, 20,250, 20,200 എന്ന റേഞ്ചുകൾ അഗ്രസീവായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് 21,260 എന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരാണെങ്കിൽ അത്രയും ആളുകൾ ഹ്യൂജായിട്ട് ലോസ് ബുക്ക് ചെയ്യും. കാരണം അവരുടെ എടുത്ത സമയത്ത് അത് ഔട്ട് ഓഫ് ദ മണി ആയിരുന്നു. ഇപ്പോൾ അത് ഇൻ ദ മണിയിലേക്ക് മാറി, അതിൻ്റെ ഡെൽറ്റ വാല്യൂ മാറി, പ്രീമിയം സ്പൈക്കായി വലിയ രീതിയിലുള്ള ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് സെബി പറയുന്നത് 10-9 പേരൊക്കെ ലോസ് ആണെന്നുള്ളത്. വലിയൊരു ഈവൻ്റാണ് ഇന്നലെ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റിനെ സമീപിക്കാതിരിക്കുന്നതാണ് ഉചിതം. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും താഴെ നോക്കാം. നാസ്ഡാക്ക് 1.5% റാലി. ഡോ 512 പോയിൻ്റ് അഥവാ 1.5% റാലി. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ ഫർദറായിട്ട് 5% ഇടിവ് രേഖപ്പെടുത്തി 12 എന്ന നിലയിലാണ്. ബിറ്റ്കോയിനും ഒരു റാലി ഉണ്ടായി. 1,364 പോയിൻറ്റിൻ്റെ റാലി ബിറ്റ്കോയിനിൽ കാണുന്നുണ്ട്. MOX റഷ്യൻ മാർക്കറ്റ് റെഡിൽ അടച്ചു. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ഫ്ലാറ്റാണ് ക്ലോസ് നടത്തിയത്. കാരണം ഈ ഒരു തീരുമാനത്തിന് മുമ്പ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ആണ് നിലനിൽക്കുന്നത്. ഗോൾഡ് $2,038 പെർ ഔൺസ് ഏറ്റവും ടോപ്പിൽ കാണാം. $10 ഒരു സ്പൈക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഗോൾഡ് തിരികെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുള്ളത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനമാണ്. ഇൻഫോസിസ് ഫ്ലാറ്റായി ക്ലോസ് ചെയ്തു. എന്നാൽ വിപ്രോ 1.5% റാലിയും, വിപ്രോടൊപ്പം തന്നെ HDFCയും ടാറ്റ മോട്ടോഴ്സും റിലയൻസും ഡോക്ടർ റെഡ്ഡിയും എല്ലാം തന്നെ റാലി തുടർന്നിട്ടുണ്ട്. US ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് 3.25% റാലി ഏറ്റവും താഴെ കാണാം. ഇൻ്റൽ ഏറ്റവും താഴെ 1.5%. ടെസ്ല ഗ്രീനിൽ ക്ലോസ് ചെയ്തു. മൈക്രോസോഫ്റ്റ് ഫ്ലാറ്റാണ്. ഫേസ്ബുക്ക്, ഗൂഗിൾ, ആപ്പിൾ തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ US മാർക്കറ്റ് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലേക്ക് തിരികെ എത്തി. ജെറോം പവൽ മാർക്കറ്റിന് നെഗറ്റീവായ കമൻറ്റുകളൊന്നും നൽകിയില്ല. അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സിനോണം ഗിഫ്റ്റ് നിഫ്റ്റിയും റാലി രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവിലാണുള്ളത്. ഷോർട്ട് കവറിങ് റാലി സാധ്യതകളാണ് ഉള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അത് നൽകുന്ന അതേ പോയിൻ്റ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇനി മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് സമയമുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ആക്ച്വലി ഇപ്പോൾ ട്രേഡിങ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഈ ഒരു സമയം മുതൽ 9:15 വരെയുള്ള സമയത്തിൽ വലിയൊരു ഫോൾ ഉണ്ടാവില്ല എങ്കിൽ ആ ഒരു പോയിൻ്റൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 60% നിന്ന് സ്ലൈറ്റ്ലി 58 ലോങ് പൊസിഷൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഷോർട്ട് പൊസിഷൻ 40 നിന്ന് 42 ഉയർത്തി. ലോങ് പൊസിഷൻ 60 നിന്ന് 58 കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. FIS ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ അവർ അഗ്രസീവ് ബൈയിങ് ആണ് നടത്തിയത്. 4,710 കോടി രൂപയ്ക്ക് അവർ ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തി. DIs 958 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി, പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി.
സ്റ്റോക്കിംഗ് ന്യൂസുകൾ നോക്കാം. ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ ഏകദേശം ഒരു 15ഓളം കമ്പനികളുടെ സ്റ്റോക്കിംഗ് ന്യൂസ് പറഞ്ഞിരുന്നു. അത് ഇന്ന് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആവുന്ന ന്യൂസ് തന്നെയാണ്. ഇനി അതിനുശേഷം വന്നിരിക്കുന്ന ന്യൂസുകളാണ് നമ്മൾ പ്രീ മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയതായിട്ടുള്ള ന്യൂസുകൾ, പഴയ ന്യൂസുകളല്ല. അപ്പോൾ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റും കാണാനായിട്ട് ശ്രമിക്കുക. ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. അപ്പോൾ ഹണി റോസ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഈ ഫ്യൂഷൻ മൈക്രോ ഫിനാൻസിൻ്റെ 10% സ്റ്റേക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ള ന്യൂസുണ്ട്. NBCCക്ക് 1500 കോടി രൂപയുടെ ഓർഡർ നാഷണൽ കോർപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി. SBI ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബാങ്കിന് വേണ്ടിയിട്ട് സോളാർ പ്രൊജക്റ്റുകൾ ചെയ്യാൻ 70 മില്യൺ യൂറോ ഒരു ഇടപാട് നടന്നു, കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. റെലിഗിയർ കമ്പനി സെബി റെലിഗിയറിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനീനെ ബാൻ ചെയ്തിട്ടുണ്ട്. ഡെറിവേറ്റീവ് ബ്രോക്കേഴ്സാണ്, അപ്പോൾ ബാൻ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എസ്കോട്ടിൻ്റെ CFO കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തതായിട്ട് അറിയിച്ചു. പ്രമുഖ കമ്പനികളുടെ CFOയും CEO തന്നെ റിസൈൻ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. റിലയൻസായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ന്യൂസാണുള്ളത്. മൂഡീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്തു. അതുപോലെ തന്നെ ഡിസ്നി ഇന്ത്യയുടെ ബിസിനസ് റിലയൻസിൻ്റെ മീഡിയ കമ്പനിയിൽ ലയിപ്പിക്കുന്നതിന് സംബന്ധിച്ചുള്ള ചർച്ചകൾ, 2ാം ഘട്ട ചർച്ചകൾ ലണ്ടനിൽ നടക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. ജിൻഡാൽ സ്റ്റെയിൻലെസ് കമ്പനി ഇവർ 700 കോടി രൂപ ക്യാപിറ്റൽ ഇൻഫ്യൂസ് നടത്തിയിട്ടുണ്ട് നിലവിലുള്ള പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ. RBL ബാങ്ക് ONDCയുടെ ഏകദേശം ഒരു 9% സ്റ്റേക്ക് അക്യൂർ ചെയ്തതായിട്ടുള്ള ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിലുള്ളത്. മറ്റുള്ള ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാമുണ്ട്, ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്സ്റ്റോക്ക് സെറോദ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ഓൾ.